ജിസേൽ കുഴിച്ച കുഴിയിൽ മൂക്കിടിച്ച് വീണിരിക്കുകയാണ് നമ്മുടെ അനുമോള്. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡ് കംപ്ലീറ്റ്ലി അനുമോളും ജിസേലും മാത്രമായിരുന്നു. അവിടെ അനീഷിന് രാവിലെ കുറച്ച് അടുക്കള മാത്രമാണ് കിട്ടിയത് കോണ്ടന്റ് ആയിട്ട്, ബാക്കി ഒന്നും തന്നെ ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ബിഗ് ബോസ് ഹൗസിനകത്ത്, ബിഗ് ബോസ് സീസൺ 7 അത് ജിസേലും അത് നമ്മുടെ അനുമോളുമാണ്. അനുമോളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു നടന്ന പല വിഷയത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഓൾറെഡി കുറേ വീഡിയോകളിൽ പറയുന്നുണ്ട്. അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പകരം ഇന്നലെ നടന്നിട്ടുള്ളതിൽ ആ പറയുന്ന ജയിൽ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് അനുമോളും ജിസേലും തമ്മിലുണ്ടായ അടിയിൽ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് സംഭവിക്കുന്നുണ്ടോ എന്നതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു തെളിവും അതെന്തിന് ജിസേൽ അത്രയും വലിയ ഡ്രമാറ്റിക്കായി, ജിസേൽ എന്തിന് ഡ്രമാറ്റിക്കായി എന്നുമാണ് ഞാൻ പറയുന്നത്. ഞാൻ എടുത്തു പറഞ്ഞത് അനുമോൾ അല്ല ഡ്രാമ കളിക്കുന്നത്. അനുമോൾക്ക് ഇപ്പോഴും സ്റ്റാർ മാജിക്കും അല്ലെങ്കിൽ മലയാളികളുടെ പൾസും അല്ലെങ്കിൽ മലയാളികളുടെ ഒരു കൊച്ചുകുട്ടിയുമായിട്ടാണ് ആ ഒരു 30 വയസ്സുകാരി ജീവിക്കുന്നത്. അനുമോൾക്ക് 30 വയസ്സുണ്ട്. പ്രായത്തിൻ്റെ പക്വത ഇല്ലേ എന്ന് ചോദിച്ചാൽ പ്രായത്തിൻ്റെ പക്വത അനുമോൾക്കുണ്ട്. പക്ഷെ അവരുടെ ഒരു ബിഹേവിയർ അങ്ങനെയാണ്. കാരണം ആ പക്വത എത്തുന്നതിന് മുന്നേ തന്നെ അനുമോൾ കുറെ അധ്വാനിക്കാനും കുടുംബത്തിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി, അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കാനും ഒക്കെ തുടങ്ങിയ ഒരു വ്യക്തി. അതിനെ വലിയ പുകഴ്ത്തി ഗ്ലോറിഫൈ ചെയ്തല്ല ഞാൻ പറയുന്നത്. പകരം അങ്ങനെ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ സക്സസ് ആണ്. പിന്നെ അവരുടെ ഒരു ബിഹേവിയറിൽ ഓൾവേസ് നമ്മൾ കണ്ടിട്ടുണ്ട് അനുമോളിന്റെ കരച്ചിൽ. ഈ 11 വർഷത്തോളവും അനുമോളുടെ എല്ലാ റിയാലിറ്റി ഷോ ആയിക്കോട്ടെ, പ്രോഗ്രാംസ് ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, അവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്തായാലും ഒരു കരച്ചിലും കുറച്ച് സെന്റിമെന്റൽ സ്റ്റോറിയും ഒക്കെ ഉണ്ട്. ഈ കുറച്ച് വിഷമവും കരച്ചിലും എടുത്തിടുന്നത് കൊണ്ട് തന്നെ ഓൾവേസ് അതൊരു സെന്റിമെന്റൽ സ്റ്റോറിയോ സെന്റിമെന്റൽ കാർഡോ ആകുന്നില്ല. ഇനി ജിസേലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ജിസേൽ ആദ്യമായിട്ടല്ല ബിഗ് ബോസ് ഷോയിൽ. അത് നിങ്ങൾ എല്ലാവരും ഓർക്കുക. ജിസേലിനറിയാം ബിഗ് ബോസിന്റെ നിയമം എത്രയുണ്ട്. ബിഗ് ബോസ് നേരിട്ട് വന്നിട്ട് ഓക്കെ ബിഗ് ബോസ് സീസൺ 7 ഇവിടെ അവസാനിച്ചിരിക്കുന്നു, നിങ്ങളൊക്കെ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോഴും നിയമം ലംഘിച്ച് മേക്കപ്പ് ഇടുന്നു എന്നതുകൊണ്ട് ബിഗ് ബോസ് സീസൺ 7 അവസാനിപ്പിക്കില്ല എന്നും ജിസേലിനെ പോലൊരു വ്യക്തിയെ പറഞ്ഞു വിടില്ല എന്നും ജിസേലിന് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവിടത്രയും, അതായത് ബിഗ് ബോസ് സീസൺ 9 എങ്ങാണ്ട് ഹിന്ദിയിൽ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അവിടെയും ഈ പറയുന്നതൊക്കെ എവിക്റ്റായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജിസേൽ. അവിടെ ആ സമയത്ത് നോറ എന്നെങ്ങാണ്ടുള്ളൊരു കുട്ടിയുമായിട്ടൊക്കെ ഉള്ള ഫൈറ്റിനെ കുറിച്ചൊക്കെ പിന്നെ അങ്ങോട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ജിസേൽ തക്രാൽ അവിടെ ഇന്റർവ്യൂസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ അത്ര ബുദ്ധിമുട്ട് എന്തായാലും ബിഗ് ബോസ് മലയാളത്തിൽ ഇല്ല എന്നറിഞ്ഞുകൊണ്ടാണ് ജിസേൽ വന്നത്. ഇനി ജിസേലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ തന്നെ സ്റ്റാർട്ടിങ് ട്രബിളേ ഇല്ലായിരുന്നു. വന്നു കയറിയ രാത്രി തന്നെ ആ ഒരു സ്റ്റാർ ബാഡ്ജിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയ വ്യക്തിയാണ് ജിസേൽ. അതിനും ശേഷം ആ പറയുന്ന പിറ്റേ ദിവസം ഒന്ന് ഡള്ളായി ഇരുന്നപ്പോൾ അപ്പാനിയൊക്കെ അങ്ങോട്ട് വന്ന് ജിസേലിനെ അങ്ങോട്ട് കൊഴിപ്പിച്ചപ്പോൾ ജിസേൽ നന്നായിട്ട് പിന്നെ അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങിയ തകർക്കൽ ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോൾ ഇതാ അനുമോളുടെ നെഞ്ചത്താണ് തകർത്തോണ്ടിരിക്കുന്നത്. ഇനി ഇന്നലെ നടന്ന ആ ഒരു ജയിൽ നോമിനേഷന്റെ ഇടയിൽ ഉണ്ടായ ആ തമാശ പറച്ചിലിന്റെ ഇടയിൽ അടി ഉണ്ടായോ? അതൊരു തമാശ പറച്ചിലായിരുന്നില്ല. പകരം ജിസേൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അനുമോളെ ഒന്ന് അനുകരിച്ച് കാണിച്ചു. പക്ഷെ അനുകരിച്ച് കാണിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അനുമോൾ ആ പറയുന്ന കിച്ചണിൽ നിന്ന് 2 ചപ്പാത്തി ബാക്കിൽ വെച്ച് ഒളിപ്പിച്ചുകൊണ്ട് നടന്നുപോയി, കട്ടെടുത്തു, കള്ളി എന്ന് ജിസേൽ വിളിച്ചു. ജിസേൽ അത് കോൺഷ്യസ് ആയിട്ട് തന്നെ വിളിച്ചതാണ്. ഇവരൊക്കെ തൻ്റെ കൂടെ ഇത്രയും പേരും സപ്പോർട്ടുണ്ട് എന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് ജിസേലിനുണ്ട്. അത് ഇന്നലെ രാത്രി നട്ടപ്പാതിരാത്രിക്ക് അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിനെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജിസേൽ ശരിക്കും പറഞ്ഞാൽ അനുമോൾ എന്തെടുത്തോണ്ട് പോകുന്നു എന്ന് കണ്ടിട്ടില്ല. അനുമോൾ ചപ്പാത്തി എടുത്തോണ്ട് പോയി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ ജിസേൽ പിന്നെ പറഞ്ഞു അത് റൈസ് എങ്ങാണ്ട് ഒളിപ്പിച്ചുകൊണ്ട് പോയി എന്ന്. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ തുടങ്ങി. ഇത് ചോദ്യം, നിങ്ങൾ കണ്ടോ, നിങ്ങൾ കാണാത്ത കാര്യം പറയരുത് എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ജിസേലിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആ വിരലിനെ ജിസേൽ കൈ കൊണ്ട് തട്ടി മാറ്റി. വീണ്ടും ജിസേലിൻ്റെ അടുത്ത് അനുമോള് കൈ ഇങ്ങനെ ചൂണ്ടുന്നുണ്ട്. എഗെയിൻ ജിസേലാണ് തട്ടി മാറ്റുന്നത്. അവിടെ ഒരു കയ്യാങ്കളി നടന്നിട്ടില്ല. 100% അത് ഉറപ്പാണ്. അത് ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ സംഭവം എന്തായാലും ഞായറാഴ്ച വൈകിട്ടേ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ലാസ്റ്റ് നടന്നൊരു സംഭവമാണ്. അത് മാത്രമല്ല കുറച്ചധികം ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത് ജിസേലിൻ്റെയും അനുമോളിൻ്റെയും കേസ് തന്നെയാണ്. ഏതായാലും ജിസേലിനെ അനുമോൾ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ജിസേൽ പേഴ്സണലി വന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എന്നെ അനുമോൾ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇതിന് തക്കതായ നടപടി വേണം, അല്ലെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഉപദ്രവിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ശരിക്കും പറഞ്ഞാൽ ജിസേൽ വെൽ പ്ലാൻഡ് ആണ്.
എല്ലാവരെയും ജിസേലിന്റെ വഴിക്കാക്കാൻ ജിസേലിന് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഇനി അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോളുടെ കുറച്ച് നെഗറ്റീവ്സ് ഞാൻ പറയാം. കാരണം അനുമോളുടെ പക്ക പോസിറ്റീവ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെഗറ്റീവ്സ് മാത്രം പറയാം. ഒരാളുടെയെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാപ്റ്റൻ നിൽക്കേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ജിസേലിനോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ട് വേണമായിരുന്നു ജിസേലിന്റെ ബാഗ് പരിശോധിക്കാൻ. അത് ജിസേലിനോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റു വ്യക്തികളൊക്കെ അനുമോളിനെ എതിർക്കാനുള്ള ഒരു വലിയ കാരണമായി മാറി. ഇനി രണ്ടാമത്തെ അനുമോളിന്റെ തെറ്റ്, കരയാം. കരച്ചിലൊരു ഇമോഷണലി നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നൊരു സംഭവമല്ല, കരഞ്ഞോട്ടെ. പക്ഷെ ആ കരച്ചിൽ തനിക്ക് സംസാരിക്കാൻ ഒരു അവസരം വരുമ്പോൾ അത് സംസാരിച്ച് അത് നിലപാട് വ്യക്തമാക്കേണ്ടിടത്ത് ചുമ്മാ നിലവിളിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. സത്യത്തിൽ ഈ പറഞ്ഞ കാര്യം ഇത് അനുമോളെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ അനുമോളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പാനിയെ പോലുള്ള, ഞാൻ വിശേഷണങ്ങളൊന്നും പറയുന്നില്ല, അപ്പാനിയൊക്കെ സത്യം പറഞ്ഞാൽ എന്തിനാണോ എന്തോ ഇങ്ങോട്ടേക്ക് വന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കുഴി തോണ്ടി അതിനകത്ത് കയറിയിരിക്കുന്ന പരിപാടിയാണ് അപ്പാനി കാണിക്കുന്നത്. അപ്പാനി അനുമോളെ ശരിക്കും പറഞ്ഞാൽ ഉപദ്രവിക്കുന്നുണ്ട്, ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഏതായാലും അനുമോളും ജിസേലും ഇപ്പോൾ വലിയ ഒരു ഭയങ്കരമായിട്ടൊരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇനി ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇനി രണ്ടിൻ്റെ ഇടയിൽ രണ്ട് വള്ളത്തിൽ കാലി വെക്കുന്ന ബിന്നിയെ പോലുള്ളവരുമുണ്ട്. ബിന്നിയെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ബിന്നി ഭയങ്കര ഡിപ്ലോമസിയും ഭയങ്കര ഡബിൾ സ്റ്റാൻഡുമാണ്. പിന്നെ റെന ഫാത്തിമയൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ ശരി ജിസേലിൻ്റെ പെറ്റായിട്ട് നടക്കുകയാണ്. ജിസേൽ എന്നൊക്കെ പറഞ്ഞിട്ട് റെന ഫാത്തിമയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയപ്പോൾ റെന ഫാത്തിമ, ജിസേല്, ആര്യൻ, അക്ബർ, ബിന്നി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു സംസാരമുണ്ടായി. ആ സംസാരത്തിൽ ജിസേല് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു, ഭയങ്കര ഹാപ്പിയായി. ബിക്കോസ് ഈ ഒരു 2 ആഴ്ച തീരുമ്പോഴത്തേക്കും ജിസേലിന് ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരുപാട് ഫാൻസ് ആയിട്ടുണ്ട് എന്ന ഒരു നല്ലൊരു അഹങ്കാരം ജിസേലിൻ്റെ മുഖത്തുണ്ട്. അതുമാത്രമല്ല റെനയെ കൂടെ നിർത്തുന്ന, റെന ശരിക്കും പറഞ്ഞാൽ ജിസേലിൻ്റെ ഒരു കീ കൊടുത്ത് കറങ്ങുന്ന ഒരു പാവയായി മാറിയിരിക്കുകയാണ് റെന ഫാത്തിമ അതനുസരിച്ച് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആര്യൻ ശരിക്കും പറഞ്ഞാൽ അനുമോള് ആര്യ കോംബോ ഇവിടെ ഉണ്ടാകും എന്നുള്ള എല്ലാവരുടെയും ഒരു പേടി ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട്. അതായത് അനുമോൾക്ക് ആര്യനോട് എന്തോ ഒരു പ്രേമമുണ്ട്, ആര്യൻ അത് സ്പേസ് കൊടുക്കുന്നു എന്ന രീതിയിലൊരു സംസാരം ഉണ്ടാവാനൊരു കാരണമുണ്ട്. ആര്യൻ ഈ പറഞ്ഞ ജയിൽ നോമിനേഷൻ്റെ ഇടയിൽ സരികയെ സപ്പോർട്ട് ചെയ്യാതെ അനുമോൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുത്തു. ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ ജിസേല് ആര്യനോട് ഭയങ്കരമായിട്ടും കിച്ചൺ ഏരിയയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിസേലിനോട് ആര്യൻ അങ്ങോട്ട് തട്ടിക്കയറുന്നുണ്ട്. ആര്യൻ പറയുന്നതെന്ന് വെച്ചാൽ അതെൻ്റെ ഇഷ്ടമല്ലേ, അത് ഞാൻ കൊടുത്തു, ഓൾറെഡി അനുമോൾ ജയിലിൽ കിടന്നതാണ്, അപ്പോൾ അനുമോൾ പോകണ്ടെന്ന് തന്നെയാണ് എനിക്ക്. അപ്പോൾ ബിന്നി എടുത്തു പറയുന്നുണ്ട്, അങ്ങനെ നീ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അനുമോൾക്ക് അവിടെ ഒരു സ്പേസ് കൊടുക്കുകയാണ്, അനുമോൾക്ക് ആര്യൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാനൊരു സ്പേസ് കൊടുക്കുകയാണ് എന്ന്. അപ്പോൾ ഏകദേശം പറഞ്ഞു വരുമ്പോൾ ഈ പറഞ്ഞ അനുമോളെ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യുന്നുണ്ട്. ഈവൻ അനീഷിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഹെയ്റ്റ് ഇപ്പോൾ അനുമോൾക്ക് കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ജിസേൽ ആയിക്കോട്ടെ അനുമോൾ ആയിക്കോട്ടെ 2 മത്സരാർത്ഥികളാണ്. മേ ബി ഈ ഒരു 100 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ടോപ്പ് 5 വരെ നിൽക്കാൻ എല്ലാ കേപ്പബിലിറ്റിയുമുള്ള 2 പേരാണ് ജിസേലും അനുമോളും. ഈ അക്ബർ, അപ്പാനി ഇവരൊക്കെ പാതി വഴിക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അനുമോളും ജിസേലും എന്തായാലും ഈ ടോപ്പ് 5 ഉണ്ടാകും. അപ്പോൾ ഈ 2 ആഴ്ച നടന്ന സംഭവം ഒന്നും ഡേ 50 കാണാൻ ചാൻസ് ഇല്ല. മേ ബി അനുമോളും ജിസേലും നല്ല സുഹൃത്തുക്കളാകാനുള്ള സാധ്യതയുണ്ട്. ബിഗ് ബോസ് ഷോ കഴിയുമ്പോൾ അവരായിരിക്കാം ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ കണ്ട ലൈവും നമ്മൾ കാണുന്ന എപ്പിസോഡും വെച്ച് മാത്രമുള്ളതാണ്. അതിനപ്പുറം ഇവർക്കിടയിൽ എന്തുണ്ടാകുമെന്നോ നമ്മൾ ചുമ്മാ വിളിച്ച് പറയുന്ന ഇവരുടെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് പൊതുജനം ഒരു മോശമായിട്ട് ബുള്ളിങ് ചെയ്യാനോ അതിന് അനുമോളെ ആയിക്കോട്ടെ ജിസേലിനെ ആയിക്കോട്ടെ അങ്ങനെ അങ്ങേയറ്റം ഹേറ്റ് ഉണ്ടാക്കാനോ കാരണമാകരുത്. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അനുമോളാണോ ജിസേലാണോ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ പോരട്ടെ. അപ്പോൾ ഇന്നൊക്കെ ഞാൻ പോയി വരാം. ബൈ.